ഇവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ഈ നിരാഹാരം കിടക്കുന്ന വളർമതി ഉൾപ്പെടെയുള്ള LPST റാങ്ക് ഹോൾഡേഴ്സിന് കൊടുത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു. അന്ന് കൊടുത്ത ഉറപ്പ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം 24 മണിക്കൂറിനകം പരിഹരിക്കും എന്നാണ്. അപ്പം അധികാരത്തിൽ വന്നിട്ട് 24 മണിക്കൂറും 24 ദിവസവും തുടർന്നുള്ള ദിവസങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഉറപ്പ് പാലിച്ചിട്ടില്ല. ഇപ്പോൾ DYFI ആവശ്യപ്പെടുന്നത്, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം നടപ്പിലാക്കും എന്ന് പറഞ്ഞ ആ വാക്ക്, നിങ്ങൾ വാക്കിനെക്കുറിച്ച് വലിയ നിലയിൽ പറയുന്ന ആളാണല്ലോ, അപ്പോൾ ആ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ HTV വേക്കൻസി, സാധാരണ നിലയിൽ HTV വേക്കൻസിയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ അതത് മാനേജർമാർ നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ HTV വേക്കൻസിയിൽ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ സർക്കാരിന് പ്രത്യേകിച്ച് അധികം ആലോചിക്കേണ്ട കാര്യമില്ല. അത് അനുകൂലമായിട്ടുള്ള നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, എയ്ഡഡ് സ്കൂളുകളിൽ ഇപ്പോൾ 1:1 എന്നാണ് അനുപാതത്തിൻ്റെ നിരക്ക്. അപ്പോൾ ഒരു ഒഴിവിൽ ആദ്യമുണ്ടാവുന്ന ഒഴിവ് സർക്കാരിന് കൊടുക്കുകയും രണ്ടാമതുണ്ടാവുന്ന ഒഴിവിൽ മാത്രമേ എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്ക് നിയമനം നടത്താൻ വേണ്ടി കഴിയൂ. അപ്പോൾ 1:1 എന്ന് പറയുന്ന അനുപാതം, അപ്പോൾ ഒരു സീറ്റ് അധികം വരുന്ന സീറ്റിൽ സർക്കാരിൻ്റെ കയ്യിൽ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ അവർക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് ഈ ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിൽ സർക്കാരിന് ഒരു തടസ്സവുമില്ല. അപ്പോൾ ധാരാളം ഒഴിവുകൾ 1:1 പ്രകാരം ഇപ്പോൾ നിലവിലുണ്ട്. അവിടെയും സ്കൂൾ മാനേജർമാർ 1:1 വരുന്ന സർക്കാരിൽ കൊടുത്ത ഒഴിവിലേക്കും അവിടെ നിയമനം നടത്തുന്നത് മാനേജർമാർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം 1:1 എന്നുള്ള അനുപാതത്തിൽ സർക്കാരിന് വിട്ടുകൊടുത്ത ആ സീറ്റിലേക്ക് PSC ലിസ്റ്റിൽ നിന്നും ആളുകളെ നിയമിക്കണം എന്നുള്ളതാണ്. അതും സർക്കാരിന് നിയമിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഗവൺമെൻറ് ഈ സമര ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച് ഉന്നയിക്കപ്പെട്ട മറ്റ് വിഷയങ്ങളിൽ ഇവരെ കൂടി കേട്ട് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അടിയന്തര ഇടപെടൽ നടത്തണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. വളർമതിയുടെ നിരാഹാരം 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് 10ലധികം ഉദ്യോഗാർത്ഥികൾ കൂട്ട നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ ജീവന് വില കൽപ്പിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. DYFI ഈ മുദ്രാവാക്യം ഉന്നയിച്ച് സമരം നടത്തുന്ന, ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എല്ലാവിധത്തിലുള്ള അനുഭാവവും പ്രകടിപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അടിയന്തിരമായും ഈ സമരസമിതിയുമായിട്ട് നിങ്ങൾ ചർച്ച നടത്തണം. നേരത്തെ പറഞ്ഞ നിങ്ങളുടെ വാക്ക് പാലിക്കാൻ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തയ്യാറാവണം. ഈ ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ തെരുവിലിട്ട് കൊല്ലുന്ന നിലപാട് നിങ്ങൾ തിരുത്തണം എന്നാണ് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ പറയുന്നത് അവരെ ചർച്ചയ്ക്ക് ഒരു തവണ പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ചെയ്യുന്നുണ്ട് സർക്കാർ. അല്ല, സർക്കാർ പറയുന്നതിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ദിവസം പറയുന്നതല്ലോ ഒരു ദിവസം പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി ഓരോ കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ മാറ്റി മാറ്റി പറയും. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളത് ഇപ്പം ജനങ്ങൾ മുഖവിലക്കെടുക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഉദ്യോഗാർത്ഥികൾ പറയുന്നതാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. ഇവർക്കിപ്പോൾ അങ്ങനെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, സർക്കാർ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സർക്കാരിന് പുറത്തുവിടാൻ കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം പതിവ് ശൈലിയിൽ തന്നെ ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോടും നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ. ഇനിയിപ്പോൾ 6 തവണ ചർച്ച നടത്തിയാൽ തന്നെ എന്താ, ഈ പ്രശ്നം അവസാനിച്ചില്ലെങ്കിൽ ചർച്ച തുടരണമല്ലോ. അപ്പോൾ അടിയന്തരമായും ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണം. ഇത് നിരാഹാര സമരമാണ്, ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ഒരു സമരം. പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കർക്കിടക മാസത്തിൽ നടത്തുക, ഈ കോരിച്ചെരിയുന്ന മഴയത്ത് ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരിക എന്നുള്ളത് ഭരണത്തിൻ്റെ തികഞ്ഞ പരാജയമാണ്. അപ്പോൾ എല്ലാ നിലയിലും ഈ ഗവൺമെൻറ് പൂർണ്ണ പരാജയമാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യപത്രമാണ് ഇവിടെ ഈ പെരുമഴയത്ത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അപ്പോൾ സർക്കാർ ഇടപെടണം.
മുമ്പ് ഈ മോർച്ചയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഈ സമരം ആരംഭിച്ചിട്ട് 33 ദിവസമായിട്ടും ഡിവൈഎഫ്ഐ സമരപന്തലിലേക്ക് എത്തിയിട്ടില്ല. ഡിവൈഎഫ്ഐ ചത്തുപോയി എന്നൊരു വിമർശനമാണ് കെ സുരേന്ദ്രൻ. അല്ല, യുവമോർച്ചക്കാരും കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ മറുപടി പറയുന്നില്ല. ഡിവൈഎഫ്ഐ നേരത്തെ ഈ സമരപ്പന്തലിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലോ ഞങ്ങൾ വരിക. അപ്പം അവർക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാവാം. അപ്പം അവർ കേന്ദ്രത്തിൽ അവരുടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള തീവട്ടിക്കൊള്ളയുണ്ട്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരീക്ഷയാകെ അട്ടിമറിച്ച, അതിന് നേതൃത്വം കൊടുത്ത, അവരെ പിന്തുണക്കുന്ന കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ ഉജ്ജ്വലമായ വിജയം നമ്മൾ കണ്ടു. ആ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ദേശദ്രോഹികൾ എന്നാണ് ഈ സുരേന്ദ്രൻ ഉൾപ്പെടെ ആളുകൾ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ കടന്നു വന്ന് അതും ഇതും പറയുന്നു, ഡിവൈഎഫ്ഐക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നു. അതിനെല്ലാം ആ വില മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. BJP എന്താണ്, RSS എന്താണ്, അവർ ഈ നാട്ടിലെ ഉദ്യോഗാർത്ഥികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിയ പാതകം എന്താണെന്ന് നമുക്കറിയാം. സുരേന്ദ്രൻ അത്ര വലിയ ഉദ്യോഗാർത്ഥികളോട് വലിയ ഇഷ്ടമുണ്ടെങ്കിൽ, അവരോട് അനുകൂലമായ സമീപനമുണ്ടെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് തടഞ്ഞു വെച്ചിട്ടുള്ള തൊഴിലിന്റെ എണ്ണം എത്രയാ? കേന്ദ്രത്തിന്റെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുന്ന തൊഴിലുകൾ എത്രയാ? ഇപ്പൊ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ശിവദാസൻ MP ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഏതാണ്ട് ഏത് സ്ഥാപനമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സ്ഥാപനത്തിൽ 33% ഒഴിവുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. 33% വേക്കൻസികൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. പൊതുമേഖല സ്വകാര്യവൽക്കരിച്ചതിന്റെ ഭാഗമായിട്ട് BSNL തകർന്ന് തരിപ്പണമായി. HRL പുതിയ തൊഴിലവസരമില്ല. BPCL പുതിയ ആളെ വിളിക്കുന്നില്ല. ബാങ്കിങ് സെക്ടറിൽ പുതിയ ആളെ വിളിക്കുന്നില്ല. എവിടെയാണ് ആളെ വിളിക്കുന്നത്? എവിടെയാണ് പുതിയ ജോലി കൊടുക്കുന്നത്? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ലേബർ കോഡ് കൂടി നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ട് സ്ഥിരം തൊഴിൽ എന്ന സംവിധാനം തന്നെ അട്ടിമറിച്ചിട്ട് അതിന് മേലെ കുത്തിരുന്നിട്ടാണ് സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ഇത്തരം വിടുവായുത്വം പറയുന്നത്. ഇപ്പൊ സുരേന്ദ്രന്റെ വാക്കുകൾക്കൊന്നും കേരളത്തിലെ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ കക്ഷി രാഷ്ട്രീയ അതീതമായി പുല്ലുവില മാത്രമേ കൽപ്പിക്കൂ എന്നാണ് ആ കാര്യം സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇവരുടെ ഈ സമരം ഈ നിലയിൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്യാൻ പാടില്ല. ഉദ്യോഗാർത്ഥികളെ കേൾക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു ജനാധിപത്യ സർക്കാരാണ്. അപ്പോൾ ആ ജനാധിപത്യ സർക്കാർ ഈ നിലയിൽ നിരാഹാരം കിടക്കുന്ന ഉദ്യോഗാർത്ഥികളോട് നേരത്തെ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നും കൂടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവരാണല്ലോ ഇവരെ ആദ്യഘട്ടത്തിൽ സമരത്ത് ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇവർക്ക് ഇവിടെ സമരം ചെയ്യാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ കൊടുത്തു എന്ന അതീവ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഈ സമരപ്പന്തലിൽ നിന്നൊരു ഉദ്യോഗാർത്ഥി ഫേസ്ബുക്ക് വഴി പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അവരിവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഇടപെട്ട ആളുകൾ എന്തേ ഭരണം കിട്ടിയപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത്? ആ ഇരട്ടത്താപ്പ് കൂടിയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.